ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി കേരള സ്റ്റൈൽ മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തിയുടെ ഗുണങ്ങളെ പറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ഡി, B12, കാൽഷ്യം, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മത്സ്യമാണ് മത്തി. ഇനി പെട്ടെന്ന് നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഗൈസ്. ആദ്യം തന്നെ നല്ല വൃത്തിക്ക് ഞാൻ 1/2 കിലോ മത്തി കഴുകി വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി 2 സവാള ഫൈൻലി ചോപ്പാക്കി മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഗൈസ്. അത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അടുത്തതായി 3 മീഡിയം തക്കാളി സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 3 പച്ചമുളകും ഞാൻ ഫൈൻലി സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി കറിവേപ്പിലയാണ് വേണ്ടത്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കടുക്, ഉലുവ 1/2 ടീസ്പൂൺ, 5-6 കുടംപുളി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. മത്തിക്കറിയിലെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ചീനിച്ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചീനിച്ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അല്പം എണ്ണ, കടുക്, ഉലുവ, കറിവേപ്പില, പച്ചമുളക്, നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയനും അല്പം ഉപ്പും ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. ഇനി ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്ക് മസാലയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റിന് ശേഷം തന്നെ നമുക്ക് ഉടനെ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് തിളപ്പിച്ചെടുക്കാം. കറി തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വീണ്ടും ഒരല്പം വെള്ളം ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കുടംപുളിയും ചേർത്ത് ഒന്നുകൂടെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ മസാലയും നമ്മുടെ കുടംപുളിയും തക്കാളിയും ഒക്കെ കൂടെ ചേർന്ന് നമ്മുടെ പുളിയൊക്കെ ഇറങ്ങി നല്ലൊരു കറിയുടെ പരുവത്തിലാവും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. മത്തിക്കറി എപ്പോഴും മീൻ ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും അടിപൊളി. അതുകൊണ്ട് ഞാൻ ഈ ഗ്രേവി ഉണ്ടല്ലോ പതുക്കെ ഒരു മീൻ ചട്ടിയിലോട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ്. ആ ചാറൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് മീൻ ചട്ടിയിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ മീൻ ചട്ടിയിൽ ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എൻ്റെ മീൻ ചട്ടിയിൽ 2-3 വട്ടം മസാല അടുക്കി പിടിച്ചത് കൊണ്ടാണ് ഞാൻ ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കിയതിന് ശേഷം മാറ്റുന്നത്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടെ ചേർത്ത് നമുക്ക് പതുക്കെ ആ മസാലയെല്ലാം ഒന്ന് മീനിലേക്കും കൂടെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മത്തിക്കറിയൊക്കെ ഇവിടെ വെന്ത് നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഗൈസ്. ഇനി ആവശ്യത്തിന് ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർക്കുകയാണ് ഇവിടെ. ഇനിയാണ് ഞാൻ അവസാനമായി പറയാൻ വെച്ച ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഞാൻ ഈ മത്തിക്കറിയിലേക്ക് ചേർക്കാൻ പോവാണ് ഗൈസ്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്കും ഈ മത്തിക്കറിക്ക് ഒരു റിച്ച് ഫ്ലേവറാണ് കിട്ടാൻ പോകുന്നത്. അതാ നോക്കൂ ഗൈസ്, തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചപ്പോഴത്തേക്ക് ആ മത്തിക്കറിയുടെ ഒരു റിച്ച്നെസ് കണ്ടില്ലേ, ആ ഒരു റിച്ച് ലുക്ക് തന്നെ വന്നേക്കുന്നത് കണ്ടില്ലേ. അതാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേവിച്ച കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അസാധ്യ സ്വാദാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഗൈസ്. ഫീഡ്ബാക്സും അറിയിക്കണം. And thank you so much for watching. Please like, share and subscribe my channel. See you all next time with a new video.